ചോളൂ നമുക്ക് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എഴുതിയതിൻ്റെ താഴോട്ട് ഇതും കൂടെ എഴുതുക, താഴോട്ട് ഇതും കൂടെ എഴുതുക. തൊട്ട് താഴെ ദിസ് കോൺസ്റ്റന്റ് വാല്യൂ ഒക്കെ എഴുതിയായിരുന്നല്ലോ. ദിസ് കോൺസ്റ്റന്റ് ഇവിടെ റിലേറ്റീവ് ടു ഫസ്റ്റ് മീഡിയം ഒന്നല്ലേ, ദിസ് ലോ ഈസ് കോൾഡ് സ്നെൽസ് ലോ, അത് എഴുതിയായിരുന്നോ? ഇല്ല. അപ്പോൾ അതിൻ്റെ ഫോളോ ചെയ്ത് തന്നെ എഴുതിക്കോട്ടോ, ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് അതിൻ്റെ ബാക്കി തന്നെ ആയിട്ട് എഴുതിക്കോ. ദിസ് ലോ ഈസ് കോൾഡ് സ്നെൽസ് ലോ. ദിസ് ലോ ഈസ് കോൾഡ് സ്നെൽസ് ലോ. ഇന്ന് ഞാനൊരു ഇൻട്രാക്റ്റീവ് സെഷൻ, ഞാൻ ചോദിക്കുന്നതിനെല്ലാം നിങ്ങൾ മറുപടി പറയണം. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഉത്തരം പറയാം, ആ രീതിയിൽ ഇരിക്കുക. കാരണം ഈ ചാപ്റ്റർ ഈ ഭാഗം ഇച്ചിരി കൺഫ്യൂസിങ് ആണ്, ഇച്ചിരി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ്. അടുത്ത ഹെഡിങ് എഴുതിക്കോ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്? ശ്രേയയുടെ അഭിപ്രായം പറഞ്ഞേ, പെട്ടെന്ന് പറയണേ. എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? അറിയാമോ ശ്രേയക്ക്? അക്ഷിത പറഞ്ഞു. ശ്രേയ ആദ്യം പറ, പിന്നെ അക്ഷിത പറ. എനിക്ക് ഓർമ്മയില്ല. അക്ഷിത? ഓർമ്മയില്ല. അപ്പം എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ ആയിരിക്കില്ല നിങ്ങൾ പഠിച്ചു വെച്ചത്, പക്ഷേ ഇതാണ് ഇതിൻ്റെ റിയൽ ആയിട്ടുള്ള മീനിങ്. ഇറ്റ് ഈസ് ദ ബെൻഡിങ് എബിലിറ്റി ഓഫ് ലൈറ്റ്. അതായത് ഒരു മീഡിയത്തിലോട്ട് ലൈറ്റ് വന്ന് വീഴുമ്പോൾ ആ മീഡിയത്തിന് ആ ലൈറ്റിനെ എത്രത്തോളം ബെൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് എന്ത് ബെൻഡിങ് എബിലിറ്റി ഓഫ് ലൈറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിളായിട്ട് പറയാം, അതായത് ഇപ്പോൾ ഒരു കാര്യം ചെയ്യാണ്. ഇപ്പം സിമ്പിളി പറയാം, എയറിൽ നിന്ന് വാട്ടറിലേക്ക് വരുന്നു. അപ്പോൾ എന്താ, ശ്രേയ മൈക്ക് ഓണാക്കി വെക്കണേ. ശ്രേയ, ഓക്കെ. എയറിൽ നിന്ന് വാട്ടറിലോട്ട് വരുന്നു. ഇതിന്റെ റെയർ മീഡിയം ഏതാ? വാട്ടർ. എയർ. ലൈറ്റ് സ്പീഡിൽ സഞ്ചരിക്കുന്ന മീഡിയം, ഏറ്റവും സ്പീഡിൽ സഞ്ചരിക്കുന്ന മീഡിയമാണ് എയർ. അപ്പൊ ഇത് റെയർ മീഡിയം, ഇത് ഡെൻസർ മീഡിയം. അപ്പം ഞാൻ ഒരു ലൈറ്റർ ഏതാണ്ട് ഇങ്ങനെ കൊണ്ട് ഇൻസിഡന്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ദെയർ? എവിടോട്ട്? ടുവേർഡ്സ് നോർമൽ ആയിട്ട് ബെൻഡായി. ഓക്കെ. ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അപ്പൊ ഇവിടെ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഉണ്ടായി, ഇവിടെ ഒരു ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഉണ്ടാവുമല്ലോ. ഓക്കെ. ഞാൻ എയറും വാട്ടറും എടുത്ത്, നിങ്ങൾ വരയ്ക്കണ്ട കേട്ടോ, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, വരയ്ക്കാനുള്ള ഞാൻ തരാം. ഇനി എയറും ഞാൻ ഓയിലും കൂടെ എടുത്തിരിക്കുകയാണ്. ഓയിൽ, എണ്ണ, കോക്കനട്ട് ഓയിലോ എന്തെങ്കിലും ആയിക്കോട്ടെ. എന്നിട്ട് ഞാൻ എയറിൽ നിന്ന് ഓയിലേക്ക് ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യിക്കാൻ പോവാം. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഓയിലാണോ റെയർ? അല്ല, ടുവേർഡ്സ്. എയർ തന്നെയാണ് അവിടെ റെയർ, ഓയിൽ അവിടെ എന്താണ്? ഡെൻസർ ആണ്. നമ്മൾ എപ്പോഴും ഈ റിഫ്രാക്ഷൻ നോക്കുമ്പോൾ ആദ്യം റെയർ ഏതാ ഡെൻസർ ഏതാ നോക്കണം. അതായത് ഇന്നതെല്ലാം റെയർ മീഡിയം, ഇന്നതെല്ലാം ഡെൻസർ മീഡിയം, അങ്ങനൊന്നും ഇല്ല. രണ്ട് മീഡിയം വെച്ച് നോക്കുമ്പോൾ ഒരെണ്ണം റെയറും ഒരെണ്ണം ഡെൻസറും ആയിരിക്കും. അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പൊ ഇവിടെ ഇപ്പൊ റെയർ, ഇത് ഡെൻസർ. അപ്പൊ എന്താ ബെൻഡ് ടുവേർഡ്സ് നോർമൽ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഒരു ആംഗിൾ ഐ, ഇവിടെ ഒരു ആംഗിൾ ആർ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ വാട്ടറിലുള്ള ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും ഓയിലുള്ള ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും സെയിം ആയിരിക്കുമോ? അല്ല. അതെന്താ? വാട്ടറിൽ ഇച്ചിരി കൂടി സ്പീഡിൽ പോകും. വാട്ടറിൽ ഇച്ചിരി കൂടെ സ്പീഡിൽ പോകും. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വാട്ടറിന്റെ ടെക്സ്ചർ അല്ല ഓയിലിന്. കാരണം വാട്ടറിനെക്കാളും കുറച്ചുകൂടെ ഡെൻസർ ആണ് ഓയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പാർട്ടിക്കിൾസ് കാണും അതിനകത്ത്. അതുകൊണ്ട് തന്നെ റിഫ്രാക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ചിലപ്പോൾ ഒരു 30 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ കുറച്ചുകൂടെ നല്ലതായിട്ട് ബെൻഡ് ചെയ്തിട്ട് ഒരു 20 ഡിഗ്രി വല്ലതും ആയിരിക്കും ബെൻഡ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വ്യത്യാസം ഉള്ളതുകൊണ്ടാണെന്നറിയോ ഈ ബെൻഡിങ്ങിന്റെ വ്യത്യാസം ഉണ്ടായത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഈ വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ല ഓയിലിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അതായത് വാട്ടറിന് ലൈറ്റിനെ ബെൻഡ് ചെയ്യാനുള്ള കഴിവല്ല
ഓയിലിന്. വാട്ടറിനെക്കാട്ടിലും കുറച്ചുകൂടെ നന്നായിട്ട് ബെൻഡ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? ഓയിലിനുണ്ട് എന്നുള്ളതാണ് നമ്മുടെ അർത്ഥം. ക്ലിയർ ആണോ? സെറ്റാണല്ലോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ബെൻഡിങ് എബിലിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞത്. ക്ലിയർ ആണല്ലോ. ഇനി നോക്കിക്കോളൂ. അപ്പോൾ നമുക്ക് ഒരു 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 റെഫറൻസ് പഠിക്കാൻ, അതായത് ഇത് കാണാതെ പഠിക്കാനല്ല, റെഫറൻസിന് വേണ്ടി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഒരു 6 പടം തരാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ എഴുതിക്കോ, ഫോർ റെഫറൻസ്. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഞാനിപ്പം സിമ്പിളായിട്ട് പറയാണ്, ഇത് ജസ്റ്റ് ഒരു എന്താണ് റിഫ്രാക്റ്റിംഗ് സർഫസ് ആണ്. ഞാൻ ഇത് എയറാണ്, ഇത് വാട്ടറാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ എയർ എന്ന് പറയുമ്പം നമുക്കറിയാലോ, എയർ എന്ന് പറയുന്നത് ഒരു റെയറർ മീഡിയമാണ്, വാട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഡെൻസർ മീഡിയമാണ്. റെയറിൽ നിന്ന് ഡെൻസറിലോട്ട് ഞാനൊരു ലൈറ്റർ, ഇത് നിങ്ങൾക്ക് വരയ്ക്കേണ്ടതാണ്. എയറിൽ നിന്ന് ഡെൻസറിലോട്ട് ഞാനൊരു ലൈറ്ററെ ഇൻസിഡൻറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അതിൻ്റെ ഡയറക്ഷൻ കൃത്യമായിട്ട് ഇട്ടു. അതിൻ്റെ നോർമൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ നോർമൽ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ വരയ്ക്കണം. നോർമൽ നമ്മൾ വരച്ചു. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ഇഫ് ലൈറ്റർ ട്രാവൽസ് ഫ്രം റെയറർ ടു ഡെൻസർ മീഡിയം? എന്ത് സംഭവിക്കുന്നു അക്ഷിത? bends towards normal. ബെൻഡ് ടുവേർഡ്സ് നോർമൽ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമല്ലോ വരിക. ആണോ അക്ഷിത? അക്ഷിതയോട് ഇനിയും ചോദിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഈ ഇൻസിഡന്റ് ചെയ്യിപ്പിച്ച ആംഗിള് ഒരു 30 ഡിഗ്രിയാണ് വിചാരിച്ചു. 30 ഡിഗ്രി. അപ്പൊ ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഒരു 25 ഡിഗ്രിയാണെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നോ, ഞാനിവിടെ സൈൻ ഐ ഡിവൈഡഡ് ബൈ സൈൻ ആർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടുമെന്നല്ലേ പറഞ്ഞത്? ആണോ? അങ്ങനെയാണെങ്കിൽ സൈൻ 30 ഡിവൈഡഡ് ബൈ സൈൻ 25 ചെയ്യുമ്പോൾ നമുക്ക് ഉദാഹരണം ഒരു 1.5 കിട്ടിയെന്ന് വിചാരിക്കുക. അതായിരിക്കും ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് കരുതുക. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത കേസ് വീണ്ടും അതേപോലെ തന്നെ ഞാനൊരു റിഫ്രാക്റ്റിംഗ് സർഫസ് കൺസിഡർ ചെയ്യുന്നു. എയറിൽ നിന്ന് വാട്ടറിലേക്കാണ് ലൈറ്റ് വരുന്നത്. അപ്പം എയറും വാട്ടർ ഡെൻസറും ആണ്. പക്ഷെ ഇപ്പോൾ ഞാൻ വേറൊരു ആംഗിളിലായിരിക്കും ഇൻസിഡന്റ് ചെയ്യിപ്പിക്കുന്നത്. ഇവിടെ ഇൻസിഡന്റ് ചെയ്യിപ്പിക്കാൻ പോവാം. അപ്പോൾ ആ ആംഗിള് എന്താണ്? ആ ആംഗിള് ഞാൻ എന്തായിട്ട് എടുക്കാം? ആ ആംഗിളിനെ ഞാൻ ഒരു 45 ആയിട്ട് എടുക്കാം. ഇത് 45. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇത് ബെൻഡ് bends towards the normal. ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. ഇല്ലേ, ഇറ്റ് ഈസ് ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. ഓക്കെ, അപ്പം ഉറപ്പായിട്ടും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മാറ്റിയുണ്ട്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു 40 ആണെന്ന് വിചാരിച്ചു. 40. അപ്പം സൈൻ ഐ ബൈ സൈൻ ആർ ചെയ്യുമ്പോഴും നമുക്ക് സൈൻ ഐ ബൈ സൈൻ ആർ ചെയ്യുമ്പോൾ നമുക്ക് എന്നാ കിട്ടുന്നതെന്ന് അറിയാം. അപ്പം സൈൻ ഐ എത്രയാണ്? സൈൻ 45 ആണ്. സൈൻ ആർ എത്രയാണ്? സൈൻ 40 ആണ്. അത് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന വാല്യൂ 1.5 തന്നെയായിരിക്കും. കാരണം എന്താണെന്നറിയോ, ഇതിപ്പം ഈ ആറുടെ ബെൻഡിങ് കേപ്പബിലിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. എവിടെ ലൈറ്റ് ബെൻഡ് ആവുന്നത്? എവിടെ വരുമ്പോഴാണ് ലൈറ്റ് ബെൻഡ് ആവുന്നത്? വാട്ടറിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ ബെൻഡ് ആവുന്നത്. അപ്പോൾ വാട്ടറിന്റെ ബെൻഡിങ് കേപ്പബിലിറ്റി അല്ലേ നമ്മൾ നോക്കുന്നത്? വാട്ടറിന് ലൈറ്റിനെ ബെൻഡ് ചെയ്യാനുള്ള കഴിവിനെ അല്ലേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്? അപ്പം ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെയാണ് കിട്ടുന്നത്? ലൈറ്റ് സൈൻ ഐ ബൈ സൈൻ ആർ ചെയ്യുമ്പോഴാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടുന്നത്. അപ്പോൾ വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എവിടെ എടുത്താലും വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെയിം ആയിരിക്കും. അത് നിങ്ങൾ ഏത് ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ഇൻസിഡന്റ് ചെയ്യിപ്പിച്ചാലും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വന്നാലും സൈൻ ഐ ബൈ സൈൻ ആർ ചെയ്യുമ്പോൾ വാട്ടറിന്റെ എന്ത് തന്നെ കിട്ടും? സെയിം തന്നെ കിട്ടും. ഇനി നിങ്ങൾ വേറൊരു ഇൻസ്റ്റൻസ് കൂടെ എടുക്കാം. ഇതൊരു റിഫ്രാക്റ്റീവ് സർഫസ്. ഇത് എയറിൽ നിന്ന് വാട്ടറിലോട്ട് തന്നെ. എയർ റെയർ മീഡിയ എന്നറിയാം, വാട്ടർ ഡെൻസർ മീഡിയ എന്നറിയാം. ഞാൻ ഇനി മൂന്നാമത് വേറൊരു ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഇവിടെ ലൈറ്റർ ഇൻസിഡന്റ് ചെയ്യിക്കാൻ പോവാ. നോർമൽ വരയ്ക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ്? അക്ഷിത തന്നെ പറഞ്ഞേ. അതും bend towards the normal. പക്ഷെ ഞാൻ ഇപ്പം ഇൻസിഡന്റ് ചെയ്യിച്ച ആംഗിൾ 35 ആണ്. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മാറിയെങ്കിൽ ഉറപ്പായിട്ടും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും മാറും. അതൊരു 30 ആണെന്ന് വിചാരിച്ചു. എന്നാലും നമുക്ക് സൈൻ 35 ഡിവൈഡഡ് ബൈ സൈൻ 30 ചെയ്യുമ്പോൾ അപ്പോഴും എന്ത് തന്നെയായിരിക്കും കിട്ടുന്നത്? 1.5. ഞാൻ ഇത് റിയലി ഇതിന്റെ ആൻസർ 1.5 ഒന്നും അല്ല കേട്ടോ.
മനസ്സിലായോ മക്കളെ? എക്സാമ്പിൾ തന്നേ ഉള്ളൂ. സൈൻ 30 ബൈ സൈൻ 25 ചെയ്യുമ്പോഴും സൈൻ 45 ചെയ്യുമ്പോൾ സൈൻ 45 ഡിവൈഡ് ബൈ സൈൻ 40 ചെയ്യുമ്പോഴും സൈൻ 35 ഡിവൈഡ് ബൈ സൈൻ 30 ചെയ്യുമ്പോഴും 1.5 ഒന്നും അല്ല കിട്ടുന്നത്. പക്ഷേ നമ്മൾ ഏത് രീതിയിൽ എയറിൽ നിന്ന് വാട്ടറിലേക്കാണെങ്കിൽ നിങ്ങൾ ഏത് ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ഇൻസിഡൻറ്റ് ചെയ്യിപ്പിച്ചാലും അവിടെ ഉണ്ടാകുന്ന ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വ്യത്യാസം വരും. ഇതെന്തൊക്കെ വ്യത്യാസം വന്നാലും ആ എന്നിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. എന്നാലല്ലേ ഇപ്പം ഏതൊരു മീഡിയത്തിൽ നിന്ന് വാട്ടറിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ബെൻഡിങ് നടക്കുന്ന വാട്ടറിലായതുകൊണ്ട് വാട്ടറിൻ്റെ ബെൻഡിങ് എബിലിറ്റിയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതിപ്പോൾ എന്തായിരിക്കണം? എപ്പോഴും വാട്ടറിൻ്റെ ബെൻഡിങ് കേപ്പബിലിറ്റി എല്ലായിടത്തും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് കൺസെപ്റ്റ് മനസ്സിലാക്കി. എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബെൻഡിങ് എബിലിറ്റി ഓഫ് എ ലൈറ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനിയും സൈൻ എ ബൈ സൈൻ ആർ ചെയ്യുമ്പോൾ നമുക്ക് ഒരേ വാല്യൂ ആണ്, കോൺസ്റ്റന്റ് വാല്യൂ ആണ് കിട്ടുന്നതെന്ന് മനസ്സിലാക്കി. പ്രൊവൈഡഡ് ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്നും സെയിം മീഡിയത്തിലേക്ക് ഒരേ മീഡിയത്തിലേക്കാണ് വരുമ്പോഴാണ് അതങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ശ്രേയ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അക്ഷിത ക്ലിയർ ആണോ? ആണ്. ഇനി ഇതിന് താഴോട്ട് എഴുതേണ്ടത് ഹിയർ 1.5 അപ്രോക്സ് ആണ്. അപ്രോക്സ് ജസ്റ്റ് കാൽക്കുലേഷൻ ഇല്ല, റിയൽ വാല്യൂ അല്ല, നോട്ട് റിയൽ വാല്യൂ അപ്രോക്സ് അല്ല, നോട്ട് റിയൽ വാല്യൂ എന്നങ്ങ് എഴുതിയാൽ അപ്രോക്സ് ഒന്നും എഴുതണ്ട, നോട്ട് റിയൽ വാല്യൂ എന്നങ്ങ് എഴുതിയാൽ മതി. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രം, മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് തന്നത്. അതായത് ഇത് നോട്ട് റിയൽ വാല്യൂ തന്നെ എഴുതിയത്. ഇയർ 1.5 ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു. എപ്പോഴും നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറയുമ്പോൾ ഒരു മീഡിയത്തിൻ്റെ ആയിട്ട് പറയല്ല, അത് ആ വന്ന മീഡിയത്തിനനുസരിച്ചും ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറാം. അപ്പം ആ വന്ന മീഡിയത്തിനെ കൂടെ വിത്ത് റെസ്പെക്ട് ചെയ്ത് വേണം നമ്മളത് പറയാൻ വേണ്ടി. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു എയർ in all cases. So n is constant. ഇനി വേറൊരു രീതിയും കൂടെ തരാം. അതായത് ഇപ്പം നമ്മൾ ഡിഫറൻറ്റ് മീഡിയം എടുക്കുകയാണ്. ഡിഫറൻറ്റ് മീഡിയം എടുക്കുമ്പോൾ അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തായിരിക്കും? ഇപ്പോൾ വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണോ ഓയിലിന്? ആണോ? ആയിരിക്കുമോ? അല്ല. വാട്ടർ ലൈറ്റിനെ ബെൻഡ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ വ്യക്തമായിട്ട് എന്ത് ചെയ്യും? കുറച്ചുകൂടെ നല്ലതായിട്ട് എന്ത് ചെയ്യും? ഓയിൽ ബെൻഡ് ചെയ്യും. ഇനി ഓയിലിനേക്കാളും നന്നായിട്ട് ബെൻഡ് ചെയ്യും ഹണീനേക്കാളും നല്ലതായിട്ട് ബെൻഡ് ചെയ്യും നമ്മുടെ പശ, ഫെവിക്കോളിൻ്റെ പശ ഇല്ലേ? അപ്പം അത് ഓർക്കണം. അപ്പോൾ അതും കൂടെ ഞാൻ ഒരു എക്സാമ്പിൾ തരാം, നോക്കിക്കോളൂ. അത് 3 പടമായിട്ട് തന്നെ വരയ്ക്കാൻ പോവാണ്. ഇങ്ങനെ നോക്കിയത് റിഫ്രാക്റ്റിംഗ് സർഫസ്, ഇത് എയർ ആണ്, ഇത് വാട്ടറാണ്, എയർ വാട്ടർ. ഓക്കെ, അപ്പോൾ ഞാൻ നോർമലും കൂടെ ആദ്യമേ അങ്ങ് വരയ്ക്കുകയാണ്. ഇതാണ് അതിൻ്റെ നോർമൽ, ഇത് നോർമലാണ്. എന്നിട്ട് ഒരു ലൈറ്റർ ഇതിൻ്റെ ഇവിടെ കൊണ്ടുവന്ന് മുട്ടിച്ചു. അപ്പോൾ റെയറർ ടു ഡെൻസർ ആണ്, ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് നോർമലാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ആംഗിൾ 45 ഡിഗ്രിയിലാണ് ഞാൻ ഫിക്സ് ചെയ്യുന്നതാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഒക്കെ ഞാൻ ഫിക്സ് ചെയ്യുന്നതാണ്, നമുക്ക് ഫിക്സ് ചെയ്യാം. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇവിടെ 30 ഉണ്ടായി. അപ്പം ഇവിടെ സൈൻ ഐ ബൈ സൈൻ 45 ഡിവൈഡഡ് ബൈ സൈൻ 30 ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? വാട്ടറിനെ നേരത്തെ 1.5 അപ്രോക്സ് ആയിട്ട് എടുത്തത്, ഞാൻ ഇതിന് 1.5 തന്നെ എഴുതുന്നു. ഇനി അടുത്ത പടം നോക്കിയാൽ ഇത് റിഫ്രാക്റ്റിംഗ് സർഫസ് ആണ്, ഇത് നമ്മുടെ നോർമലാണ്. ലൈറ്ററെ 45 ഡിഗ്രിയിൽ തന്നെ ഞാൻ ഇൻസിഡൻറ്റ് ചെയ്യിക്കുക. പക്ഷേ ഇവിടെ എയറിൽ നിന്ന് ഓയിലിലേക്കാണ് പോകുന്നത്. അപ്പം ഇവിടെ നോക്കി, ഇവിടെ 45 ഡിഗ്രി തന്നെയാണ് ഇൻസിഡൻറ്റ് ചെയ്യിപ്പിച്ചത്. പക്ഷേ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് ചേഞ്ച് ഉണ്ടായി, റിഫ്രാക്ഷന് ചേഞ്ച് ഉണ്ടായി. ഇതൊരു 25 ആയി. അപ്പം ഇവിടെ നോക്കിയേ, ഇവിടെ സൈൻ 45 ഡിവൈഡഡ് ബൈ സൈൻ 25 ചെയ്യുമ്പോൾ ഒരിക്കലും എന്ത് കിട്ടത്തില്ല? 1.5 കിട്ടത്തില്ല, ഒരു 1.12 ആണെന്ന് എടുത്തു. അപ്രോക്സ് ആണോ? ഇതൊന്നും റിയൽ വാല്യൂ അല്ല. ഓക്കെ, ഇനിയും നമ്മൾ മൂന്നാമത്തെ ഒരു കണ്ടീഷൻ കൂടെ കൊടുക്കുകയാണ്. നോർമലും വരയ്ക്കുന്നു, ഇതേപോലെ നോർമലും വരയ്ക്കുന്നു. ഇത് എയർ ആണ്, ഇത് ഗം കൊടുക്കുകയാണ്, ഗം പശ. അപ്പം എയറിൽ നിന്ന് പശയിലോട്ട് വരുമ്പോൾ പശ കുറച്ചുകൂടെ നന്നായിട്ട് എന്ത് ചെയ്യും? ഈ ഇതിനെ റിഫ്രാക്റ്റ് ചെയ്യിപ്പിക്കും. അപ്പം ഇത് 45 ഡിഗ്രി തന്നെ ചെയ്താലും ഈ പശ നന്നായിട്ട് ബെൻഡ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ തന്നെ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇത് ചിലപ്പം ഒരു 10 ഡിഗ്രി വല്ലതും കാണത്തുള്ളൂ, നല്ലതായിട്ട് ബെൻഡ് ചെയ്യിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക്
സൈൻ 45 ഡിവൈഡഡ് ബൈ സൈൻ 10 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു 0.5 ആയിരിക്കും കിട്ടും. കണ്ടോ? അപ്പം ഓരോ മീഡിയത്തിൻ്റെയും ബെൻഡിങ് കേപ്പബിലിറ്റി ഡിഫറൻ്റ് ആണ്. നമ്മൾ എല്ലാത്തിനെയും എയറിൽ നിന്നാണ് കൊണ്ടുവന്നത്. എല്ലാം സെയിം ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ തന്നെയാണ് ഇൻസിഡൻറ്റ് ചെയ്യിപ്പിച്ചത്. എന്നിട്ടും ഓരോന്നിൻ്റെയും ബെൻഡിങ് കേപ്പബിലിറ്റി ഡിഫറൻ്റ് ആയി. അതിനർത്ഥം അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറൻ്റ് ആണെന്ന് അർത്ഥം. അപ്പോൾ ഓരോ മീഡിയത്തിനും എന്താ, മീഡിയം ചേഞ്ചസ്, വാല്യൂ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓൾസോ ചേഞ്ചസ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഇനിയും അതേപോലെ തന്നെ നമ്മളൊരു കണ്ടീഷൻ നേരത്തെ പറഞ്ഞായിരുന്നു. എന്താ, നമ്മൾ ഒരു ഫിക്സഡ് 2 മീഡിയങ്ങൾ ഞാൻ ഫിക്സ് ചെയ്തു. ഏതാ, എയർ ടു വാട്ടർ തന്നെ ഫിക്സ് ചെയ്യാണ്. എയർ ടു വാട്ടർ ഫിക്സ് ചെയ്തിട്ട് ഞാൻ ഏത് ആംഗിളിൽ ഇൻസിഡൻറ്റ് ചെയ്യിപ്പിച്ചാലും അവിടെ ഉണ്ടാകുന്ന ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ പലതായിരിക്കും. ഓക്കെ, അങ്ങനെ നോക്കിയാലും സൈൻ എ ബൈ സൈൻ ആർ ചെയ്യുമ്പോൾ എന്താ, ആ മൂന്നിൻ്റെയും 3ഓ 4ഓ നമ്മൾ എത്ര കേസ് നോക്കിയാലും അതിൻ്റെ സൈൻ എ ബൈ സൈൻ ആർ എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതാണ് ലോ ഓഫ് റിഫ്രാക്ഷനകത്ത് സ്നെൽസ് ലോ പറയുന്നത്. ഓക്കെ, ഒരു പർട്ടിക്കുലർ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ എഴുതിയ കേസ് ഓരോന്നും ഡിഫറെൻറ്റ് മീഡിയമാണ്. ഡിഫറെൻറ്റ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഇതിന് താഴോട്ട് എഴുതുക, വെൻ മീഡിയം ചേഞ്ചസ് the value of refractive index also changes. Refractive index also changes. വരച്ചോ, എഴുതിയോ, പറഞ്ഞേ. എഴുതി. ഇനിയും ഒരു ഹെഡിങ് എഴുതിക്കോ, ഹെഡിങ് പോലെ എഴുതിക്കോ. ടു കണ്ടീഷൻ in which there will be no refraction of light. Two conditions in which there will be no refraction of light while going from one medium to another. ഒന്നാമത്തേത്, അതായത് ഏതൊക്കെ കണ്ടീഷനിലാണ് റിഫ്രാക്ഷൻ നടക്കാത്തത്, അത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ദിവസം ഒരെണ്ണം പറഞ്ഞായിരുന്നു. നോർമലായിട്ട് വന്ന് വീണ് കഴിഞ്ഞാൽ ലൈറ്റ് അൺഡിവേറ്റഡ് ആയിട്ട് പാസ് ചെയ്യും. രണ്ടാമത്തേത്, രണ്ട് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെയിം വന്നാലും അവിടെ റിഫ്രാക്ഷൻ നടക്കത്തില്ല. എന്തുകൊണ്ടാണ് റിഫ്രാക്ഷൻ നടക്കുന്നത്? ലൈറ്റ് പല മീഡിയത്തിലും പല സ്പീഡിൽ പോകുന്നതുകൊണ്ടുമാണ്. അപ്പോൾ രണ്ടിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെയിം ആണെങ്കിൽ രണ്ടും സെയിം മീഡിയം എന്ന അർത്ഥം. രണ്ടും ഡെൻസറോ രണ്ടും റെയറോ ആയിരിക്കും. റെയറോ അല്ലെങ്കിൽ ഡെൻസറോ ഏതെങ്കിലും ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ്, ഒരേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള രണ്ട് മീഡിയത്തിലോട്ട് ലൈറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അവിടെയും എന്ത് ചെയ്യത്തില്ല, റിഫ്രാക്ഷൻ നടക്കത്തില്ല. അപ്പം ഒന്നാമത്തെ കണ്ടീഷൻ എഴുതിക്കോ, ഇഫ് ബോത്ത് മീഡിയം 1 and 2 have same value of refractive index, which means both the mediums are neither rarer nor denser with respect to WR എന്ന് അങ്ങനെ എഴുതുകയാണ്, with respect to each other, comma, no refraction takes place.
ഇനി രണ്ടാമത്തെ ഒരു കണ്ടീഷനിൽ എന്താണ് റിഫ്രാക്ഷൻ നടക്കാത്ത കണ്ടീഷൻ ഉണ്ട്. അത് ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ തന്നെയാണ്, എന്നാലും അതൊന്ന് എഴുതിക്കോ. ഇഫ് എ ലൈറ്റ് റേ enters normal to the interface between two media. Normal to the interface എന്ന് പറയുമ്പോൾ റിഫ്രാക്റ്റിംഗ് മീഡിയത്തിനെയാണ്, റിഫ്രാക്റ്റിംഗ് സർഫസിനെയാണ് പറയുന്നത്. നോർമൽ ടു ദ interface between two medium, no refraction takes place. Irrespective of value of refractive index of two media. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തായാലും എത്ര കൂടുതലാണെങ്കിലും എത്ര കുറവാണെങ്കിലും രണ്ടിൻ്റെയും റെയറും ഡെൻസറോ എന്ത് തന്നെ ആയിക്കോട്ടെ അവിടെ എന്ത് ചെയ്യത്തില്ല, റിഫ്രാക്ഷൻ നടക്കത്തില്ല, നോർമലായിട്ടാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ. അതാണ് എഴുതിയിരിക്കുന്നത് ഇറസ്പെക്റ്റീവ് ഓഫ് വാല്യൂ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ടു മീഡിയം. അടുത്ത ഹെഡിങ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് 4 ഇക്വേഷൻ പഠിക്കാനുണ്ട്. ഒന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു, സൈൻ ഐ ബൈ സൈൻ ആർ എന്ന് പറഞ്ഞു. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെലോസിറ്റിയുടെ ടേംസിലായിരിക്കും പറയുന്നത്. അതായത് മീഡിയം 1 ഒരു വെലോസിറ്റി ഉണ്ട്, മീഡിയം 2 ഒരു വെലോസിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് മീഡിയത്തിലോട്ടാണോ ചെന്നിറങ്ങുന്നത് അവിടെയാണല്ലോ ബെൻഡിങ് നടക്കുന്നത്. അപ്പം അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും നമ്മൾ എപ്പോഴും കണ്ടുപിടിക്കുന്നുണ്ടാകുക. ഓക്കെ, അപ്പോൾ എപ്പോഴും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം ആയിരിക്കും നമ്മൾ എപ്പോഴും കണ്ടുപിടിക്കേണ്ടത്. കാരണം നമ്മൾ ഒരു മീഡിയത്തിൽ നിന്ന് വേറെ മീഡിയത്തിലോട്ടാണ് പോകുന്നത്. ആ മീഡിയത്തിൽ ആണ് ബെൻഡിങ് നടക്കുന്നത്. ഏത് മീഡിയത്തിലാണോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ബെൻഡിങ് എബിലിറ്റി ആണല്ലോ. ബെൻഡിങ് നടക്കണമെങ്കിൽ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റേ മീഡിയത്തിലേക്ക് ചെല്ലണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കൂ, ലെറ്റ് v1 be the speed of light in medium 1, v2 be the speed of light in medium 2, in medium 2. അങ്ങനെയാണെങ്കിൽ the refractive index of medium 2 with respect to medium 1 is given by the ratio of velocity അല്ല velocity നേരം കുഴപ്പമില്ല, speed of light in medium 1 to the speed of light in medium 2. This is called relative refractive index. relate ചെയ്ത് പറയാം, relative refractive index. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു 1 എന്ന് ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു 1 ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു 1 ഇങ്ങനെ എഴുതാം. നിങ്ങൾ ഇങ്ങനെയാണോ പഠിപ്പിച്ചത്? ഇങ്ങനെയായിരിക്കും പഠിപ്പിച്ചത് അല്ലയോ? ഇതാണോ പഠിപ്പിച്ചത്?
അതെ. ഓക്കെ, അപ്പോൾ പിന്നെ മറ്റേ രണ്ടും മറന്നേക്കുക. അത് 12th വരുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് പല രീതിയിൽ എഴുതാൻ പറ്റും. ഓക്കെ, ഇനിയും ചിലപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ മ്യൂ എന്ന് പറയുന്ന ഒരു സിമ്പിൾ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവിൻ്റെ ഒരു വള്ളി നീട്ടി എഴുതുന്നത്. കണ്ടോ, നമ്മൾ സാധാരണ യു ഇങ്ങനെയല്ല എഴുതുന്നത്. യുവിൻ്റെ ഈ വള്ളിയെ നീട്ടി എഴുതി കഴിഞ്ഞാൽ അത് മ്യൂ ആയി. അപ്പോൾ μ2 എന്നും ചിലപ്പോൾ പറയാറുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ മ്യൂ വെച്ചിട്ടായിരിക്കും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചോദിക്കുക. അത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ എഴുതാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു 1 ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ V1/V2 എന്നായിരിക്കും. അതായത് 211 എന്ന് പറഞ്ഞിട്ട് V2/V1 എന്ന് എഴുതല്ലേ. ലൈറ്റ് നോക്കിയോ, അതായത് ഇത് മീഡിയം 1 ആണ്, ഇത് മീഡിയം 2 ആണ്. അത് റെയറോ ഡെൻസറോ എന്ത് വേണേ ആയിക്കോട്ടെ. ഞാനിപ്പോൾ റെയർ ടു ഡെൻസർ എടുക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ബെൻഡ് ടുവേർഡ്സ് നോർമലാണ്. അപ്പം ഇവിടെ ലൈറ്റിൻ്റെ വെലോസിറ്റി V1ഉം ഇവിടെ ലൈറ്റിൻ്റെ വെലോസിറ്റി V2 ആണ്. അങ്ങനെയെങ്കിൽ എന്താണ്, ഇത് ഈ ഡയറക്ഷനിലാണ് പോകുന്നത്, അത് കാണിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വന്ന മീഡിയത്തിൻ്റെ ലൈറ്റിൻ്റെ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ചെന്ന മീഡിയത്തിൻ്റെ ലൈറ്റിൻ്റെ വെലോസിറ്റി, അതായിരിക്കും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് രണ്ടാമത്തെ മീഡിയം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇത് ചില്ലിട്ട് വെച്ചേക്കുക. ഈ പടം റഫായിട്ട് സൈഡിലോട്ട് വരച്ചിട്ട് ചില്ലിട്ട് വെക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അബ്സൊല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അബ്സൊല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അബ്സൊല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അബ്സൊല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? നമ്മൾ ഒരു മീഡിയത്തിനെ എയർ ആയിട്ട് എടുക്കുവാണെങ്കിൽ, അതായത് ലൈറ്റ് വരുന്ന മീഡിയത്തിനെ എയർ ആയിട്ട് എടുക്കുവാണെങ്കിൽ അവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എപ്പോഴും അബ്സൊല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നായിരിക്കും പറയാം. ഇപ്പം നമ്മൾ മീഡിയം 1ഉം മീഡിയം 2 എന്ന് എടുത്തു. അത് ഏതൊക്കെയോ മീഡിയമാണ്, എയർ ആണോ നിർബന്ധമില്ല. ചിലപ്പോൾ വാട്ടർ ടു ഗ്ലാസ് ആവാം, ഗ്ലാസ് ടു വാട്ടർ ആവാം, വാട്ടർ ടു ഹണി ആവാം, ഹണി ടു വാട്ടർ ആവാം, എന്ത് വേണേ ആയിക്കോട്ടെ. പക്ഷേ ഇവിടെ അബ്സൊല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറയുന്ന സമയത്ത് ഫസ്റ്റ് മീഡിയം എപ്പോഴും എയർ ആയിരിക്കും, അല്ലെങ്കിൽ വാക്വം ആയിരിക്കും. അപ്പം അത് എഴുതുക. ഇഫ് ദ ഫസ്റ്റ് മീഡിയം ഈസ് വാക്വം ഓർ എയർ, then the refractive index of medium 2 with respect to vacuum or air is defined as the ratio of, നേരത്തെ ratio of speed of light in first medium to ratio of speed of light in second medium ആയിരുന്നു ഇല്ലേ? സോറി, ratio of speed of light in second medium to first medium to second medium ആയിരുന്നു. ഇവിടെ ഇപ്പം ഫസ്റ്റ് മീഡിയം എയർ ആയതുകൊണ്ട് എയറിൻ്റെ വെലോസിറ്റി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിനെ നമ്മൾ സി എന്നാണ് വിളിക്കുന്നത്. അപ്പം നേരത്തെ രണ്ടും ഡിഫറെൻറ്റ് മീഡിയം ആയതുകൊണ്ടാണ് V1/V2 എന്ന് എടുത്തത്. ഇപ്പം നമുക്ക് സി എയറിൻ്റെ വെലോസിറ്റി സി ആണെന്നറിയാമെങ്കിൽ പിന്നെ നമുക്ക് മറ്റേത് V2 എന്ന് എടുക്കേണ്ട ആവശ്യമില്ല, വി എന്ന് തന്നെ അങ്ങ് എടുത്താൽ മതി. കാരണം ഒരെണ്ണം സി ഒരെണ്ണം വി ആണല്ലോ. ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ടു വെലോസിറ്റി എന്ന് പറയുമ്പോൾ, അല്ല, റേഷ്യോ എന്ന് പറയുമ്പോൾ ഡിവിഷൻ എന്നാണ് അർത്ഥം കേട്ടോ. വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം അത്രേ ഉള്ളൂ. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എന്താണ്, മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ എന്താ മീഡിയം 1 എന്ന് പറയുന്നത് എയർ ആണ്, ഇത് എയർ ആണ്. മീഡിയം 2 എന്ന് പറയുന്നത് വേറെ എന്തെങ്കിലും ഒരു മീഡിയമാണ്. ഓക്കെ, ലൈറ്റ് എയറിൽ നിന്ന് വേറെ ഏത് മീഡിയത്തിലോട്ട് പോയാലും എയർ ഒരു റെയർ മീഡിയമാണ്. അത് എയറിനേക്കാളും ഡെൻസർ ആയിരിക്കും ബാക്കിയുള്ള എല്ലാ മീഡിയവും. ബെൻഡ് ടുവേർഡ്സ് നോർമലാണ്. അപ്പോൾ ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2, അതായത് രണ്ടാമത്തെ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ V1/V2 തന്നെ ചെയ്താൽ മതി. പക്ഷേ V1 എന്ന് പറയുമ്പോൾ ഇവിടെ എയർ ആയതുകൊണ്ട് എയറിൻ്റെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്, സി ആണ്. അപ്പോൾ C/V എന്നായിരിക്കും ഇവിടെ. ഇതിനെയാണ് അബ്സൊല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുക. ഇവിടെ സി എടുക്കുന്നതുകൊണ്ടാണ് ഇവിടെ V2 എന്ന് എടുക്കാതെ V എന്ന് എടുത്തത്. കാരണം V1 എന്ന് എടുക്കുവാണെങ്കിൽ V2 എന്ന് എടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് where C is the velocity of light
in vacuum and v is the velocity of light in medium. ഓക്കെ ആണല്ലോ, എത്ര എഴുതിയല്ലോ. ഇനിയും അടുത്ത ഒരു ഒരു നോട്ട് എന്ന് പറഞ്ഞെഴുതിക്കോ. നോട്ട് എന്ന് പറഞ്ഞെഴുതിക്കോ. What is the relation between optical density, refractive index and speed of light. ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണെന്ന് അറിയാമോ? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് എഴുതണ്ട, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആൻഡ് സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് എഴുതിയാൽ മതി. ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയെന്നാണ് അർത്ഥം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് നമുക്ക് എഴുതാൻ പറ്റത്തില്ല. ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ഒരു മീഡിയത്തിന് എത്രത്തോളം ഡെൻസർ ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഡെൻസറാണ്, എത്രത്തോളം റെയറാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത് ഒന്ന് എഴുതിക്കോ. അത് രണ്ടിങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് താഴോട്ട് എഴുതിക്കോ. ദ മീഡിയം വിത്ത് ഹയർ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തോ കുഞ്ഞുങ്ങളെ, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നും കൂടെ അങ്ങ് എഴുതിക്കോ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഞാൻ അതുകൂടെ ചേർത്ത് ഇതിനകത്ത് അങ്ങ് തരാം, രണ്ടായിട്ട് എഴുതണ്ട. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആൻഡ് സ്പീഡ് ഓഫ് ലൈറ്റ് എന്നും കൂടെ അങ്ങ് തരാം. അങ്ങനെ ഒരുമിച്ച് അങ്ങ് ഇതിനകത്ത് ആൻസറിനകത്ത് ഒരുമിച്ച് എല്ലാം കൂടെ അങ്ങ് തരാം. എഴുതിക്കോ. ദ മീഡിയം വിത്ത് ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലുള്ള മീഡിയത്തിന്
the medium with a higher refractive index in which speed of light is less is known as optical denser medium. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണെങ്കിൽ അതിനർത്ഥം ബെൻഡിങ് കേപ്പബിലിറ്റി കൂടുതലാണെന്നർത്ഥം. ബെൻഡിങ് കേപ്പബിലിറ്റി കൂടുതലാണെങ്കിൽ അതിന് ഡെൻസിറ്റി കൂടുതലാണെന്നർത്ഥം, ഡെൻസർ മീഡിയം എന്നർത്ഥം. ഡെൻസർ റെയർ എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലത് ഒപ്റ്റിക്കലി ഡെൻസർ, ഒപ്റ്റിക്കലി റെയർ എന്ന് പറയുന്നതായിരിക്കും. ഒപ്റ്റിക് മീൻസ് ലൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്താന്നർത്ഥം. അപ്പോൾ അതാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ഡെൻസർ ഡെൻസിറ്റി കൂടുതൽ, അല്ല ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡെൻസർ മീഡിയം എന്നർത്ഥം. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവെന്നർത്ഥം, കുറവെന്ന് പറഞ്ഞാൽ അത് റെയർ മീഡിയം എന്നർത്ഥം. അതേപോലെ തന്നെ ആൻഡ് the medium with lower refractive index in which speed of light is known as optically rarer medium എന്നല്ല, optically denser medium എന്നല്ല, optical denser medium, optical എങ്ങനെ വേണം എഴുതാം, known as optically rarer medium. ക്ലിയർ ആണോ? ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചോ. അക്ഷിത, ശ്രേയ, ഇതിനകത്ത് ഡൗട്ട് ഉണ്ടോ ചോദിച്ചോ. ചോദിച്ചോളൂ. ഉണ്ടോ? അക്ഷിതയ്ക്ക് ഉണ്ടോ? ഇല്ല. ശ്രേയക്ക് ഇല്ല. ഓക്കെ. എന്നാൽ നമുക്ക് അടുത്തത്, അതായത് ഇന്നത്തെ ലാസ്റ്റ് ടോപ്പിക്കാണിത്, റിഫ്രാക്ഷൻ ത്രൂ എ റെക്ടാങ്കുലർ ഗ്ലാസ് സ്ലാബ്. റിഫ്രാക്ഷൻ ഹെഡിങ് ആണ്. ത്രൂ എ റെക്ടാങ്കുലർ ഗ്ലാസ് സ്ലാബ്. അതിന് നമ്മളൊരു പടം വരയ്ക്കുക. ഇതാണ് റെക്ടാങ്കുലർ ഗ്ലാസ് സ്ലാബ് എങ്ങനെ ഇരിക്കുമെന്ന് അറിയാമോ? ഞാൻ കാണിക്കാമേ. റെക്ടാങ്കുലർ ഗ്ലാസ് സ്ലാബ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും റെക്ടാങ്കുലർ ഗ്ലാസ് സ്ലാബ് ഒക്കെ. ഇതാണ് റെക്ടാങ്കുലർ ഗ്ലാസ് സ്ലാബ് എന്ന് പറയുന്നത്. ഈ 3 ഡയമെൻഷണൽ കൺസെപ്റ്റ് ആണ്. അപ്പം നമുക്ക് ഇതിനകത്തൂടുള്ള റിഫ്രാക്ഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നോക്കിയോ, ഇതിനെ നമുക്ക് ഇത് ടോപ്പ് വ്യൂ ആയിട്ട് എടുക്കുന്നത്, മുകളിൽ നിന്നുള്ള വ്യൂ. നേരത്തെ നമ്മളിപ്പോൾ കാണിച്ച സൈഡ് വ്യൂ ആണ്. അപ്പം ഇവിടെ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നറിയോ? നമുക്കറിയാം ഇത് ഗ്ലാസിൻ്റെ ഉൾഭാഗം ഫുള്ള് ഡെൻസർ മീഡിയം ആണെന്ന് നമുക്കറിയാം. ഇവിടെ എല്ലാം ഡെൻസർ മീഡിയം, ഇവിടെ റെയർ മീഡിയം, ഈ വെളിയിലും റെയർ മീഡിയം. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ലൈറ്റ് റേ വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് ഇൻസിഡൻറ്റ് ചെയ്യിപ്പിച്ചു. ഒബ്വിയസ്ലി അത് പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ആണെങ്കിൽ അവിടെ എന്തുണ്ടാവും? അവിടെ ഒരു നോർമൽ വരയ്ക്കേണ്ടി വരും, അല്ലേ? ആ നോർമൽ ഞാൻ ഇങ്ങോട്ടേക്ക് വലിച്ചു നീട്ടി. ഓക്കെ. അപ്പോൾ നമുക്കറിയാം ഇപ്പം റെയറിൽ നിന്ന് ഡെൻസറിലോട്ടാണ് ലൈറ്റ് സഞ്ചരിച്ചതെന്നുള്ളതുകൊണ്ട് ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് നോർമലായിട്ട് ഇതുണ്ട്, ബെൻഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഇവിടെ വന്ന് വീണു. അപ്പം ഉറപ്പായിട്ടും അവിടെയും എന്താണ്, അതും ഈ റിഫ്രാക്റ്റിംഗ് സർഫസ് ആണ്. കാരണം ഗ്ലാസിൻ്റെ രണ്ട് സൈഡിൽ എല്ലാ സർഫസും റിഫ്രാക്റ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെയും എന്ത് ചെയ്യണം? നമ്മളൊരു നോർമൽ കൺസിഡർ ചെയ്യണം, അല്ലേ? ഇതാണ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ഇവിടെയും നമ്മൾ എന്ത് ചെയ്തു? നമ്മളൊരു നോർമൽ കൺസിഡർ ചെയ്തു.
ഇവിടുത്തെ നോർമൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇങ്ങോട്ടേക്ക് വല്ലതും ഒന്ന് വരച്ചാൽ മതി. നോർമൽ ഓക്കെ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, അത് എന്ത് ചെയ്യാൻ പോവാ, അത് ബെൻഡ്, അത് നോക്കിയാൽ ഡെൻസറിൽ നിന്ന് റെയറിലോട്ടാണ് ആ ലൈറ്റ് റേ പോകുന്നത്. അപ്പോൾ അത് ബെൻഡ് എവേ ഫ്രം ദി നോർമൽ ആയിരിക്കും. കണ്ടോ, ഇങ്ങനെയായിരിക്കും ഇത് പോകുന്നത്. കൃത്യമായിട്ട് വരയ്ക്കണം. ഇനിയും നോക്കിയോ, ഇത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഇൻസിഡൻറ്റ് റേനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻസിഡൻറ്റ് റേയും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന എമർജൻറ്റ് റേയും പാരലായിരിക്കണം, എന്നാലേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതായത് ഇത് രണ്ടെണ്ണം പാരലായിട്ട്, അതുകൊണ്ട് ഈ ലൈനും പാരലായിരിക്കണം. ഇവിടെ ഒരിക്കലും ഇത് എന്ത് ചെയ്യാൻ പാടില്ല, ഇത് കംപ്ലീറ്റ് ലൈനായിട്ട് വരയ്ക്കാൻ പാടില്ല. ഇത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്ന ഡോട്ടഡ് ലൈനാണ്. മനസ്സിലായോ? ശരിക്കും അങ്ങനെ ഒരു ലൈറ്റ് റേ പോകുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അവിടെ നമ്മൾ ആ ഇൻസിഡൻറ്റ് റേനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇങ്ങനെ വേണം അത് വരയ്ക്കാനായിട്ട്. എന്നിട്ട് നോക്കിയോ, ഇതാണ് നമ്മുടെ ഇൻസിഡൻറ്റ് റേ. ഇത് ഇൻസിഡൻറ്റ് റേ, ഇൻസിഡൻറ്റ് റേ ആണിത്. ഇത് റിഫ്ലക്റ്റഡ് റേ ആണ്. ഇത് റിഫ്ലക്റ്റഡ് റേ ആണ്. അത് നമുക്ക് അവിടെ വരയ്ക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ വരയ്ക്കുക, അല്ലെങ്കിൽ നമുക്ക് വെളിയിലോട്ടോ എവിടെയോട്ടെങ്കിലും വരയ്ക്കാം. ഓക്കെ, ഇത് റിഫ്ലക്റ്റഡ് റേ. ഇത് റിഫ്ലക്റ്റഡ് റേ ആണിത്, റേ ആണ്. ഇത് എന്താ പറയുക, എമർജൻറ്റ് റേ ആണിത്. ഇതിനെ നമ്മൾ എമർജൻറ്റ് റേ എന്നാണ് പറയുന്നത്. എമർജൻറ്റ് റേ എന്ന് പറയുന്നത്. എമർജൻറ്റ് റേ പുറത്തോട്ട് എമർജ് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ എമർജൻറ്റ് റേ എന്ന് പറയുക. ഇപ്പോൾ റെക്റ്റാങ്കുലർ പ്രിസത്തിൻ്റെ എഡ്ജ് നമുക്ക് വേണമെങ്കിൽ എ ബി സി ഡി എന്ന് കൊടുക്കാം, എ ബി സി ഡി എന്ന് കൊടുക്കാം, ഇനിയും നമുക്ക് ഇത് നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആംഗിൾ ഐ എന്ന് കൊടുക്കാം. I1 എന്ന് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇത് ഞാൻ I1 എന്ന് കൊടുക്കുന്നു. ഇതെന്താണ്, ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്. ഇത് ഞാൻ ആംഗിൾ R1 എന്ന് കൊടുക്കുന്നു. ഓക്കെ, R1 കൊടുത്തില്ലെങ്കിലും R എന്ന് കൊടുത്താലും മതി, പ്രശ്നമില്ല. കാരണം നമ്മളിവിടെ E എന്ന് എടുക്കാൻ പോകുന്നു. നോക്കിയോ, ഇവിടെ രണ്ടാമത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ ആംഗിൾ I2 എന്ന് കൊടുക്കുകയാണ്. ഇവിടെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് R2 എന്ന് കൊടുക്കും. ഇവിടെ ഞാൻ R1 എന്നാണ് ഇവിടെ എടുത്തതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ആംഗിൾ R2 എന്ന് കൊടുക്കും, അല്ലെങ്കിൽ ആംഗിൾ E എന്ന് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, കാരണം എമർജൻറ്റ് ആംഗിൾ ആണത്, അതുകൊണ്ട് അതിന് വേണമെങ്കിൽ E എന്ന് വേണമെങ്കിലും കൊടുക്കാം. ചില ടെക്സ്റ്റിനകത്ത് E എന്ന് കൊടുത്തിട്ടുണ്ട്, ചില ടെക്സ്റ്റിനകത്ത് R2 എന്ന് കൊടുത്തിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല. ഇനി നോക്കി, ഈ ഇൻസിഡൻറ്റ് റേയും ഈ എമർജൻറ്റ് റേയും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ, അത് ഞാൻ ഇവിടെ വരയ്ക്കുന്നതിന് പകരം ഇങ്ങോട്ടേക്ക് വരയ്ക്കുകയാണ്. ഇവിടെ വരയ്ക്കുന്നതിന് പകരം ഞാൻ ഇങ്ങോട്ടേക്ക് വരയ്ക്കുകയാണ്. കണ്ടോ, ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അറിയാമോ, ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ ആണല്ലോ. ഇത് എഴുതിയിട്ടണം, എയർ ആണോ റെയർ ആണോ ടെൻസർ ആണോ എന്നൊക്കെയുള്ള കാര്യം ജസ്റ്റ് അങ്ങനെ എഴുതിയിട്ടാൽ മതി. അതായത് ഇതിപ്പോൾ എന്താ ABCD എന്ന് എഴുതി. അപ്പം നിങ്ങൾ വേണമെങ്കിൽ ഈ ഭാഗം എയർ ആണെന്ന് എഴുതി വെക്കുക, ഈ ഭാഗം ഗ്ലാസ് ആണെന്ന് എഴുതി വെക്കുക, വീണ്ടും ഈ ഭാഗത്ത് എന്താണ് എയർ ആണെന്ന് എഴുതി വെക്കുക. ഓക്കെ, വരച്ചു കഴിഞ്ഞല്ലോ. ഓക്കെ ആണല്ലോ. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ വരച്ചതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ കുഞ്ഞുങ്ങളെ? ഇല്ല. ഓക്കെ, അപ്പം നോക്കിയോ, ഇനി ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. കൺസിഡർ എ റെക്ടാങ്കുലർ ഗ്ലാസ് സ്ലാബ്.
എ ബി സി ഡി എ ബി സി ഡി എ ബി സി ഡി എ ബി സി ഡി having faces AB and CD ഇനി ആ റേ ഓഫ് ലൈറ്റിനൊക്കെ പേര് വിടും, അറിയാൻ വിട്ടുപോയേ. ഇത് പി ക്യു ആണ്, ഇൻസിഡന്റ് റേ എന്ന് പറയുന്നത് പി ക്യു ആണ്. ക്യു ആർ എന്ന് പറയുന്നത് റിഫ്രാക്റ്റഡ് റേയും ആർ എസ് എന്ന് പറയുന്നത് എമർജന്റ് റേയും ആണ്. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്തേക്കണം. അത് ഞാൻ ഇവിടെ എഴുതും. എ റേ ഓഫ് ലൈറ്റ് പി ക്യു from air is incident on the glass surface AB at point Q as PQ enters from air to glass as PQ enters from air to glass, the ray bend towards normal and follows the path RS, inside the glass lamp. At point R, refraction takes place again. As QR emerges out, QR as RS ആണ്. As RS emerges out from glass to air, the ray bends away from the normal and follows the path RS outside the glass lamp. അത് ആസ് ആർ എസ് എമർജസ് ഔട്ട് എന്നല്ല, അത് ക്യു ആർ തന്നെ ആക്കിയത് കേട്ടോ. കാരണം ക്യു ആർ അല്ലേ പുറത്തോട്ട് ഇറങ്ങാൻ പോകുന്നത്, അതിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. ആസ് ക്യു ആർ എമർജസ് ഔട്ട് ഫ്രം ഗ്ലാസ് ടു എയർ എന്നാലേ കറക്റ്റ് ആവുള്ളൂ. ഫിഗറിനകത്തുള്ളത് ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ നടുക്കൂടുള്ളത്? നീല ഇത് എന്താ പ്രശ്നം ചോദിച്ചേ? ഓക്കെ, അതിനെപ്പറ്റി പറയാൻ പോകുന്നേ ഉള്ളൂ. ഇത്ര എഴുതിയല്ലോ. ഇനിയും ഇവിടോട്ട് എല്ലാം ഞാൻ ഒന്ന് ചെറുതാക്കി എല്ലാം ഒന്ന് എഴുതുകയാണ്. ഹിയർ PQ is the incident ray. PQ is the incident ray, comma QR the refracted ray, ray, and RS the emergent ray. ഇനിയും എപ്പോഴും ആലോചിച്ചോണം ഒരു കാര്യം കൂടെ. ഈ തവണ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻസിഡന്റ് റേ
ആൻഡ് എമർജന്റ് റേ ആർ പാരലൽ. അത് ഓൾറെഡി പറഞ്ഞായിരുന്നു കേട്ടോ. ഇൻസിഡന്റ് റേ ഇങ്ങോട്ട് വരയ്ക്കുന്നതും ഇതും എമർജന്റ് പാരലൽ. അതിന്റെ കാരണം ഒരു പ്രാവശ്യം ചോദിച്ചായിരുന്നു. അതെന്താണെന്നറിയാമോ? ഇതേണ്ട ഈ ആംഗിളും ഈക്വൽ ആയതുകൊണ്ടാണ് അത് അത് രണ്ടും പാരലൽ ആവുന്നത് കേട്ടോ. ബിക്കോസ് ഇതും കൂടെ എഴുതിക്കോ. ബിക്കോസ് പരീക്ഷയ്ക്ക് ചോദിക്കും, ഇത്തവണ ബോർഡ് എക്സാമിന് ചോദിച്ചാൽ ബിക്കോസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് എമർജൻസ് ആർ ഈക്വൽ. നമുക്ക് ഐ എന്നും ഇ എന്നും എടുക്കാം, അല്ലെങ്കിൽ ഐ എന്നും R2 എന്നും എടുക്കാം. നമ്മളിപ്പോൾ മുകളിൽ R1 എന്ന് എടുത്തുകൊണ്ട് ഇതിനെ R2 എന്ന് എടുക്കാമല്ലോ. അങ്ങനെ എങ്ങനെ വേണേൽ എടുക്കാം, കുഴപ്പമില്ല. ഞാൻ എൻ്റെ ഇതിനകത്ത് R1 R2 എന്ന് എടുത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ ഫിഗറിനകത്ത് അങ്ങനെ തന്നിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐ എന്നും ഇൻസിഡൻറ്റിനെ വെറും ഐ എന്ന് എടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ വേണേൽ എടുക്കാം, ഐയും ഇ എന്നോ എങ്ങനെ വേണേൽ എടുക്കാം. ഓക്കെ, ഇനിയും ഒരു കാര്യം കൂടെ എഴുതണം. The perpendicular distance between the original path of incident ray and emergent ray is called lateral displacement. Or simply എങ്ങനെ എഴുതാം? The perpendicular distance between perpendicular distance between incident ray and emergent ray. അങ്ങനെ എഴുതിയാലും മതി. Incident ray and emergent ray. Incident ray and emergent ray. Emergent ray. ഇനി ഈ ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു കൂടെ എഴുതി കഴിഞ്ഞാൽ ഇന്നത്തെ ക്ലാസ് തീർക്കാം. ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് depends on angle of incidence, comma angle of refraction, comma thickness of glass slab. ക്ലിയർ ആണോ? എഴുതിയോ? എഴുതിയോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇങ്ങനെ നിർത്താം.